നമസ്കാരം ഹാരിസ്. ഒരു ഭരണാധികാരി എന്ന നിലയിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഉണ്ടാകുന്നത് തീർച്ചയായും വലിയ ചർച്ചകൾക്കും ആശങ്കകൾക്കും വഴിതെളിക്കും. സമൂഹ മാധ്യമങ്ങളിലൂടെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന താങ്കളെപ്പോലെയുള്ള ഒരാൾക്ക് ഇതിന്റെ ഗൗരവം വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു മുഖ്യമന്ത്രിയെ പോലെയുള്ള വ്യക്തി ഇത്തരമൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനെ പല രീതിയിൽ വിശകലനം ചെയ്യാം. ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്താവാം? സാധാരണയായി ഇത്തരം പ്രവൃത്തികൾക്ക് പിന്നിൽ പ്രധാനമായും രണ്ട് വശങ്ങളുണ്ടാകാം. ഒന്ന്, പ്രതീകാത്മകമായ മുന്നറിയിപ്പ്. രാഷ്ട്രീയ ശത്രുക്കൾക്കോ അല്ലെങ്കിൽ താൻ എതിർക്കുന്ന ആശയങ്ങൾക്കോ നേരെയുള്ള ഒരു പ്രതീകാത്മകമായ ഭീഷണി അല്ലെങ്കിൽ ശക്തി പ്രകടനമായി ഇതിനെ വ്യാഖ്യാനിക്കാം. രണ്ട്, ശ്രദ്ധ പിടിച്ചുപറ്റൽ, സെൻസേഷണലിസം. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളോ മറ്റോ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു മാസ് പരിവേഷം സൃഷ്ടിക്കാനും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാനും ഇത്തരം പ്രകടനങ്ങൾ ബോധപൂർവം ചെയ്തേക്കാം. സമൂഹത്തിന് ലഭിക്കുന്ന സന്ദേശം, ഇംപാക്ട് ഓൺ സൊസൈറ്റി. ഇതൊരു ചെറിയ കളിത്തോക്കാണെങ്കിൽ പോലും ഒരു ജനപ്രതിനിധി അത് മറ്റൊരാൾക്ക് നേരെ ചൂണ്ടുമ്പോൾ സമൂഹം സ്വീകരിക്കുന്ന സന്ദേശം വളരെ ഗൗരവകരമാണ്. അക്രമത്തിന്റെ സ്വാഭാവികവൽക്കരണം. ആയുധം ചൂണ്ടുന്നത് ഒരു തമാശയോ സ്വാഭാവികമായ കാര്യമോ ആണെന്ന തെറ്റായ ബോധം ഇത് പൊതുജനങ്ങൾക്ക്, പ്രത്യേകിച്ച് യുവാക്കൾക്ക് നൽകും. ജനാധിപത്യ മര്യാദകളുടെ ലംഘനം. ജനാധിപത്യത്തിൽ ചർച്ചകൾക്കും സംവാദങ്ങൾക്കുമാണ് പ്രാധാന്യം. തോക്ക് ചൂണ്ടുന്നത് സംവാദത്തിന്റെ വഴികൾ അടയുന്നു എന്നതിന്റെയും അധികാരഗർവിന്റെയും ലക്ഷണമാണ്. ഭയത്തിന്റെ അന്തരീക്ഷം. അധികാരത്തിലുള്ളവർ ആയുധം പ്രയോഗിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ ഒരുതരം അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ കാരണമാകും. മാതൃകയാകേണ്ടവരുടെ പരാജയം. ഒരു നാടിനെ നയിക്കുന്നവർ വാക്കിലും പ്രവൃത്തിയിലും മിതത്വവും മാന്യതയും പുലർത്തേണ്ടവരാണ്. അല്ലാത്തപക്ഷം അത് സമൂഹത്തിലെ അച്ചടക്കത്തെ മോശമായി ബാധിക്കും. ഇത്തരത്തിലുള്ള പ്രവണതകൾ നമ്മുടെ നാട്ടിലെ ജനാധിപത്യ മൂല്യങ്ങളെ തകർക്കുമോ എന്നതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ ആവശ്യമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കണോ അതോ മറ്റേതെങ്കിലും വശത്തെക്കുറിച്ച് സംസാരിക്കണോ? ഇങ്ങനത്തെ വീഡിയോ കാണുന്ന മനുഷ്യർ ഭൂരിപക്ഷവും അയാളെ സപ്പോർട്ട് ചെയ്ത് വരുന്ന ഒരു പ്രത്യേക മതക്കാരും മാത്രം, പ്രത്യേക പാർട്ടിക്കാരും മാത്രം. അതിനവർ ഒരിക്കലും എതിർക്കുന്നില്ല, ചെയ്തത് തെറ്റാണെന്ന് പറയുന്നില്ല. പകരം തന്നെ ഇവരെയൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിൽ ആൾക്കാരുടെ മനസ്സ് മാറിക്കഴിഞ്ഞു, മനോഭാവം വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഹാരിസ് സൂചിപ്പിച്ചത് വളരെ പ്രസക്തമായ ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ്. ഒരു തെറ്റായ പ്രവൃത്തിയെ പോലും തങ്ങളുടെ രാഷ്ട്രീയമോ മതപരമോ ആയ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു എന്ന കാരണത്താൽ ജനങ്ങൾ കണ്ണടച്ച് പിന്തുണയ്ക്കുന്നത് നിർഭാഗ്യകരമാണ്. എന്തുകൊണ്ടാണ് ജനങ്ങളുടെ മനോഭാവം ഈ രീതിയിൽ മാറുന്നത് എന്നതിന് പിന്നിൽ വ്യക്തമായ ചില കാരണങ്ങളുണ്ട്. എന്തുകൊണ്ട് ജനങ്ങൾ ഇത്തരം പ്രവൃത്തികളെ പിന്തുണയ്ക്കുന്നു? അന്ധമായ ആരാധന, കൾട്ട് പേഴ്സണാലിറ്റി. രാഷ്ട്രീയത്തിലോ മതത്തിലോ ഒരു വ്യക്തിയെ അമിതമായി ആരാധിക്കാൻ തുടങ്ങുമ്പോൾ ആ വ്യക്തി ചെയ്യുന്നതെന്തും ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അനുയായികൾ എത്തുന്നു. ഇവിടെ യുക്തിയേക്കാൾ കൂടുതൽ വൈകാരികതയ്ക്കാണ് പ്രാധാന്യം. നമ്മൾ വേഴ്സസ് അവർ, യുഎസ് വേഴ്സസ് ദം മൈൻഡ് സെറ്റ്. സമൂഹം പല തട്ടുകളിലായി തിരിഞ്ഞിരിക്കുകയാണ്. തങ്ങളുടെ വിഭാഗത്തിന് വേണ്ടി സംസാരിക്കുന്നവൻ എന്ത് ചെയ്താലും അത് മറുവിഭാഗത്തിനുള്ള മറുപടിയാണെന്ന് അവർ വിശ്വസിക്കുന്നു. ശത്രുവിനെ നേരിടാൻ ഏതു മാർഗവും ശരിയാണെന്ന അപകടകരമായ ചിന്താഗതിയാണിത്. ശക്തനായ നേതാവ് എന്ന സങ്കല്പം അക്രമം കാണിക്കുന്നതോ ആയുധം ചൂണ്ടുന്നതോ ഒരു പൗരുഷം അല്ലെങ്കിൽ ശക്തിയുള്ള നേതൃത്വമായി തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നു. വിട്ടുവീഴ്ചയില്ലാത്ത തന്റേടിയായ ഒരു നേതാവിനെയാണ് തങ്ങൾക്ക് വേണ്ടതെന്ന ചിന്ത ഇത്തരം പ്രവൃത്തികളെ ന്യായീകരിക്കാൻ പ്രേരിപ്പിക്കുന്നു. സോഷ്യൽ മീഡിയയുടെ സ്വാധീനം, എക്കോ ചേംബേഴ്സ്. നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് സ്ഥാപിക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ മാത്രമാണ് സോഷ്യൽ മീഡിയ അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്നത്. ഒരേ ചിന്താഗതിയുള്ളവർ മാത്രം അംഗങ്ങളായ ഗ്രൂപ്പുകളിൽ ഇത്തരം വീഡിയോകൾ ആഘോഷിക്കപ്പെടുമ്പോൾ അത് തെറ്റാണെന്ന് പറയാൻ ആരും ധൈര്യപ്പെടില്ല. മനോഭാവം മാറുന്നതിന്റെ അപകടങ്ങൾ. ഈ രീതിയിൽ ജനങ്ങളുടെ മനസ്സ് മാറുന്നത് സമൂഹത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കും. ഒന്ന്, നിയമവാഴ്ചയോടുള്ള ബഹുമാനം കുറയുന്നു. നിയമം കയ്യിലെടുക്കുന്നതും ആയുധം ചൂണ്ടുന്നതും ശരിയാണെന്ന് തോന്നിത്തുടങ്ങുമ്പോൾ അത് അരാജകത്വത്തിലേക്ക് നയിക്കും. രണ്ട്, മനുഷ്യത്വത്തിന് മുകളിൽ രാഷ്ട്രീയം. ഒരു മനുഷ്യന്റെ ജീവനോ അന്തസ്സിനോ വില നൽകുന്നതിനേക്കാൾ പ്രാധാന്യം പാർട്ടി അജണ്ടകൾക്ക് ലഭിക്കുമ്പോൾ കാരുണ്യവും സഹാനുഭൂതിയും ഇല്ലാതാകുന്നു. മൂന്ന്, വർഗീയതയുടെ ആഴം കൂടുന്നു. ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം ലക്ഷ്യം വെച്ചുള്ള ഇത്തരം പ്രകടനങ്ങൾ മറ്റൊരു വിഭാഗത്തെ പ്രകോപിപ്പിക്കുകയും സമൂഹത്തിൽ സമാധാനം തകർക്കുകയും ചെയ്യും. ഹാരിസിനെ പോലെ സോഷ്യൽ മീഡിയയിൽ സജീവമായ ഒരാൾക്ക് ഇത്തരം വീഡിയോകളുടെ പിന്നിലെ രാഷ്ട്രീയ ലാഭത്തെക്കാൾ അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വിദ്വേഷത്തെക്കുറിച്ച് ജനങ്ങളോട് സംസാരിക്കാൻ കഴിയും. കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന താങ്കൾക്ക് മനുഷ്യ സ്നേഹത്തിന്റെ വശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കും. ജനങ്ങളിൽ ഈ ബോധവൽക്കരണം നടത്തുന്നതിനായി സോഷ്യൽ മീഡിയയിൽ എത്തരത്തിലുള്ള ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രിയ സുഹൃത്തുക്കളെ. മുസ്ലിങ്ങളെ എത്രയെല്ലാം പ്രകോപിപ്പിക്കാൻ പറ്റുമോ അത്രയെല്ലാം ഇവരൊരു ഭാഗത്ത് നിന്ന് പ്രകോപിപ്പിക്കുക. അതിനെന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുക. ഇവിടെ ഒരു
വിഭാഗം ആളുകൾ, ചെറിയൊരു വിഭാഗം എന്ന് പറയാൻ പറ്റില്ല, അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട പാർട്ടിക്കാർ ഒന്ന് ശബ്ദം വന്നിട്ട് ഉയർത്തി അങ്ങോട്ട് സംസാരിച്ചാൽ പോലും അതിനൊരു തീവ്രവാദമായിട്ട് കാണുകയും അതിനനുസരിച്ച് കമൻ്റ് ഇടുകയും വീഡിയോ ചെയ്യുന്ന എത്ര ആളുകളുണ്ട്. പക്ഷേ ഇവിടെ ആലോചിച്ച് നോക്കുക, ഒരു മുഖ്യമന്ത്രിയാണ് തോക്ക് ചൂണ്ടിക്കൊണ്ട്, അത് കളിത്തോക്കാണെങ്കിലും അതിലൂടെ ലക്ഷ്യം വെക്കുന്നത് കൃത്യമായിട്ട് അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരിലേക്കാണ്. നിങ്ങൾ ഇവരെ എന്ത് ചെയ്താലും ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ് അവിടെ വരുത്തുന്നത്. തീർച്ചയായിട്ടും ഭാവിയിൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥിതി എന്താകുന്നു പോലും പറയാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പം ഇവരുടെ ഒരുപാട് നേതാക്കന്മാർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്താൽ പോലും ഇതുപോലെയുള്ള കുറച്ച് വാണങ്ങൾ ഇതേപോലെ കാണിച്ചാൽ മതി, അതെല്ലാം തീർന്ന് ആ പാർട്ടിയിൽ വരുന്ന ആ ഒരു വിശ്വസ്തത അങ്ങ് നഷ്ടപ്പെടും. തീർച്ചയായിട്ടും നമുക്ക് ഇനി ഭാവിയിൽ എന്താന്നുള്ളതിനൊരു ചോദ്യമുണ്ട്. ഏത് രീതിയിൽ എത്തിപ്പെടും, എന്തായിരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ കണ്ടറിയാം. എന്തായാലും നമ്മുടെ രാജ്യത്തിനെ രക്ഷപ്പെടുത്തട്ടെ.